ദേണ്ട കണ്ടോ, ബിരിയാണി ചെമ്പുമായി ഇവരെത്തിയാൽ അരമണിക്കൂർ കൊണ്ട് തന്നെ നാട്ടുകാര് ബിരിയാണി കാലിയാക്കും. 100 രൂപ ചിക്കന്, 100 രൂപ ബീഫ് ആണെങ്കിൽ എത്ര രൂപയാ? 100 രൂപ. നേരത്തെ ബുക്ക് ചെയ്ത പെട്ടിക്കണക്കിന് പാഴ്സലാണ് കെട്ടിവെച്ചിരിക്കുന്നതും. 100 രൂപയുടെ ചിക്കൻ ബിരിയാണിയിൽ 2 ആൾക്ക് കഴിക്കാനുള്ള റൈസുമുണ്ട്. അപ്പോൾ ഇന്നും ബിരിയാണി വിശേഷമാണ്. ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര കണ്ടിയൂരാണ്. ഞാൻ തൊട്ടടുത്തായിട്ട് ഇവിടെ നയാരയുടെ ഒരു പമ്പുണ്ട്. അവിടെ പെട്രോൾ അടിച്ചിട്ട് ഇങ്ങനെ തിരിയുകയല്ല, ഒരു തകൃതിയായിട്ടുള്ള ബിരിയാണി കച്ചവടം കാണാനിടയായി. ബിരിയാണിയുടെ സ്മെല്ലടിച്ചിട്ട് ഇവർക്ക് ബിരിയാണി ഉണ്ടാക്കി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമുക്ക് അവരുടെ ആ ഒരു കച്ചവടത്തിൻ്റെ രുചിക്കാഴ്ചകൾ പരിചയപ്പെടാം. ഒരു ചെറിയ കുടയുടെ താഴെയുള്ള കച്ചവടമാണ് കേട്ടോ. ഇത് എവിടെ നിന്നാണ് നിങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നത്? ഇത് വീട്ടിൽ നിന്ന് ചെട്ടളങ്ങര കൊണ്ടിരുന്നത്. എനിക്കിവിടെ വന്നിട്ടൊരു കാര്യം തോന്നിയെന്ന് പറയുമ്പോൾ നല്ല സ്മെല്ലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബിരിയാണി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ? അതുകൊണ്ടുണ്ട്. എന്തോ എവിടെ ചെയ്തിട്ടുള്ളത്? അച്ഛൻ്റെ കൊടുത്ത് കേറ്ററിംഗിന്റെ വർക്ക് ചെയ്യുമായിരുന്നു. അച്ഛന് കാറ്ററിംഗ് ഉണ്ടായിരുന്നു. ഓ, എന്തായിരുന്നു കാറ്ററിംഗിന്റെ പേര്? അങ്ങനെ പേരായിട്ടല്ല, നമ്മളല്ലാതെ അച്ഛൻ ഹോട്ടലായിരുന്നു ജോലി. ഓ ശരി ശരി ശരി. അപ്പൊ അതിനുശേഷം പിന്നെ അല്ലാതെ വീടുകളിൽ വർക്ക് ചെയ്യുമായിരുന്നു, കല്യാണ വർക്ക്. അതിന്റെ ഒരു സ്മെല്ല് തന്നെ സറൗണ്ട് ചെയ്ത് അടിക്കുന്നുണ്ട്. ഞാനിപ്പോ ഇലക്ട്രിക്കും പ്ലംബിങ്ങും വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. ഓ ശരി ശരി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് വർക്ക് ഡൗൺ ആയി. പിന്നെ ഇത് കൈത്തൊഴിലായിട്ട് അറിയാവുന്നതാ, നമുക്ക് കൈത്തൊഴിലായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ അതങ്ങ് തുടങ്ങി. അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ തുടങ്ങിയതാ. കൂടെ ഉള്ളത് വൈഫാണ് അല്ലേ? എന്തോ പേരെന്തോ? വൈഫിന്റെ ഒരു വിദ്യ. ഓ ശരി ശരി. അപ്പൊ രണ്ടുപേരും കൂടെ എത്ര മണിയാവും വരും ഇവിടെ? ഞങ്ങള് സാധാരണ 11 മണിക്ക് വരുന്നേ. ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാ വന്നത്. ഇന്ന് ലേറ്റായത് വന്നുകൊണ്ട് എന്നെ കാണാൻ പറ്റി. ഞാൻ ഈ പമ്പിൽ പെട്രോൾ അടിക്കാൻ വന്നയാ. ആരും എന്നോട് പറഞ്ഞില്ല ഇങ്ങനെ ബിരിയാണി കച്ചവടത്തെ കുറിച്ച്. യാദൃശ്യമായിട്ട് കണ്ടാണ്. അപ്പൊ ഈ ഒരു പാത്രത്തിൽ ബിരിയാണിയാണ് അല്ലേ? ഇതിനകത്തുണ്ടായിരുന്നു. തീർന്നു. ഓ ശരി ശരി. വേറെ റൈസ് അല്ലാതെ എടുത്തോണ്ടിരുന്നത്. എന്തൊക്കെ ബിരിയാണി നമ്മൾ ചെയ്യുന്നത്? ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്. ചിക്കനും ബീഫും ചെയ്യുന്നുണ്ട്. എത്ര രൂപയാണ്? 100 രൂപ. 100 രൂപ ചിക്കന്, 100 രൂപ ബീഫ് ആണെങ്കിൽ എത്ര രൂപയാ? 100 രൂപ. 100 രൂപ. നിങ്ങൾ എല്ലാ ദിവസവും ഈ നിൽക്കുന്ന സ്ഥലം ഏതാ കറക്റ്റ്? ഇത് കണ്ടൂരാണല്ലേ? കണ്ടൂര് നമ്മുടെ നയാരയുടെ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ്. അപ്പം ഹോം മെയ്ഡ് ബിരിയാണി വീട്ടിലുണ്ടാക്കുന്ന അടിപൊളി ബിരിയാണി അല്ലേ? അടിപൊളി ബിരിയാണിയാണ്. ഇന്ന് ഓർഡർ ഉണ്ടോ? ഇന്ന് ഓർഡർ ഉണ്ട്. ഇന്ന് എവിടത്തേക്ക് ഓർഡർ? ഇന്ന് ഇവിടെ അടുത്ത് ജ്വല്ലറി ഉണ്ട്, കനക എന്ന് പറഞ്ഞു. ഓ ശരി ശരി. അപ്പൊ നമുക്ക് നേരത്തെ ഓർഡറുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ? ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡെലിവറി ഉണ്ട്, ഹോം ഡെലിവറി ഉണ്ട്. ബിരിയാണി വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെത്തിച്ചേരുകയും ചെയ്യും. പെട്ടിക്കകത്ത് പാക്ക് ചെയ്തുകൊണ്ട് പോവാണ് കേട്ടാ. പിന്നെ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ ഇവരുടെ ഒരു ബിരിയാണി സംരംഭം കാണാനിടയായത്. ബിരിയാണി സനി എന്ന് പേര്. മിക്കവാറും ഞാൻ ഈ പരിചയപ്പെടുത്താൻ ഇനി ബിരിയാണി ഇല്ല ആലപ്പുഴ ജില്ലയിൽ. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അരിച്ചു പറക്കി ബിരിയാണി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഈ 2 പാത്രത്തിലുള്ളത് ബിരിയാണിയാണ്. മാത്രമല്ല ഇത് കണ്ടില്ലേ, ഇവർ ഓർഡർ കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിലെത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഹോം ഡെലിവറി ഉണ്ട്. ഒരു പൊതി ബിരിയാണിയാണ്. ബിരിയാണിക്ക് വില 100 രൂപയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മാവേലിക്കരയാണ്. മാവേലിക്കര കണ്ടിയൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നയാര പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞൊരു സംരംഭം. അപ്പോൾ ബിരിയാണിക്കൊപ്പം ഈ അച്ചാറൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണോ? ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം അച്ഛനുമായിട്ട് കാറ്ററിംഗ് പോയതിൻ്റെ എക്സ്പീരിയൻസിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ മാക്സിമം ഒരു സപ്പോർട്ട് കൊടുക്കുക. ബിരിയാണി പ്രേമികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു ബിരിയാണി കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ബിരിയാണിക്ക് 100 രൂപ അല്ലേ? 100 രൂപയുള്ളൂ ബിരിയാണിക്ക്. അപ്പോൾ ഇവരുടെ ഫ്ലെക്സിനകത്ത് നമ്പറുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം ഡെലിവറിയും ചെയ്തു തരും. അപ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കച്ചവടം ഒന്ന് ഉഷാറായി കൊടുക്കുക.